കാരമുക്ക് SNGSHS സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മപ്പൂക്കൾ 88ന്റെ ആഭിമുഖ്യത്തിൽ വിമുക്തി മിഷനുമായി സഹകരിച്ചുകൊണ്ട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കായി കവച് 2025 എന്ന പേരിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആരംഭിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് PK ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ സന്ദേശം പറയാനാണ് എന്നെ ക്ഷണിച്ചത്. വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് പഠനം ലഹരിയാക്കിയ ഒരു മഹാന്റെ കൊച്ചു കഥയാണ്. ഇന്ന് ലോകം മുഴുവൻ വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത് ഒരു ഇന്ത്യക്കാരൻ്റെ ജന്മദിനമാണ്. ഒരു മുൻ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ആർക്കാ പറയാൻ പറ്റുക? ഇന്ന് ലോകം മുഴുവൻ വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത് ആ ഇന്ത്യക്കാരൻ്റെ ജന്മദിനമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒക്ടോബർ 15. ലോകം മുഴുവൻ വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന ലോക രാഷ്ട്രങ്ങളെ ആഹ്വാനം ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയോ? അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വിദ്യാർത്ഥികളെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ 50 ലക്ഷം വിദ്യാർത്ഥികളെ APJ അബ്ദുൽ കലാം നേരിൽ കാണുകയും അവരുമായി സംസാരിക്കുകയും വലിയ ലക്ഷ്യങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവാൻ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്ത മഹാനായിരുന്നു. ക്യാമ്പയിന്റെ ഭാഗമായി നീർക്കുമിളകൾ എന്ന ഏകപാത്ര നാടകം എക്സൈസ് ഓഫീസർ ജിതിൻ അവതരിപ്പിച്ചു. ഗിരീഷ് VG അധ്യക്ഷനായ ചടങ്ങിൽ പ്രശസ്ത ചലച്ചിത്ര നാടക സംവിധായകൻ ഷൈജു അന്തിക്കാട് മുഖ്യാതിഥിയായി. സൂരജ് സ്വാഗതവും, സ്കൂൾ ഹെഡ് മിസ്സസ് ജയന്തി ടീച്ചർ, പ്രിൻസിപ്പൽ പ്രീതി ടീച്ചർ, സ്കൂൾ മാനേജർ പ്രദീപ് മാസ്റ്റർ, ബിജു കളരിക്കൽ എന്നിവർ ആശംസകളും ഡോക്ടർ സജീഷ് വിശ്വനാഥൻ നന്ദിയും രേഖപ്പെടുത്തി. ചടങ്ങിൽ നിരവധി അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു.